നമ്മുടെ സ്പെഷ്യല് വടക്കേന്ത്യയിൽ ചെന്നപ്പോൾ കഴിച്ച ഒരു താൽപൂരി എന്ന് പറയുന്നൊരു ഇതാണ് കേട്ടോ. ചപ്പാത്തിക്കകത്ത് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് കൊഴുക്കട്ട പോലെ ചപ്പാത്തി ഉണ്ടാക്കി പരത്തിയിട്ടത് കൊഴുക്കട്ട പോലെ നമ്മൾ ഫില്ല് ചെയ്യില്ലേ, അങ്ങനെ ഫില്ല് ചെയ്തിട്ട് പരത്തിയെടുത്ത് ചുട്ടെടുക്കും കേട്ടോ. ചിലവർ അവിടെ എണ്ണയ്ക്കകത്ത് പൂരി ഇങ്ങനെ മൊരിച്ചെടുക്കില്ലേ, അതുപോലെയാണ്. പക്ഷേ എണ്ണ അധികം ഇല്ലാതെയും ഇത് നമുക്ക് ചെയ്യാം കേട്ടോ, ചപ്പാത്തി പോലെ കേട്ടോ. നല്ല രുചിയാണ്, വേറെ കറിയൊന്നും വേണ്ട. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡുമാണ് കേട്ടോ, ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വീട്ടിൽ ഉണ്ടാക്കിയതാണെന്ന്. അതിന് ആരംഭത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുക. വെള്ളം പാടില്ല കേട്ടോ. ഇതുപോലെ പൊടിയായിട്ട് കിട്ടണം, വെള്ളം ഒട്ടും പാടില്ല. ഇങ്ങനെ കിട്ടണം കേട്ടോ. ഇത് എന്നിട്ട് ചീനച്ചട്ടിക്കകത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇത്തിരി നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ, അത് പൊട്ടിക്കുക. എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിനാവശ്യമുള്ളത് ഇത്തിരി മീറ്റ് മസാല, അതും കൂടി ഇട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും തീ ഓഫാക്കിക്കോ. എന്നിട്ട് മല്ലിയില അരിഞ്ഞതും കൂടി ഇടാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഈ വെന്ത പരിപ്പിലേക്ക് ഇട്ടിട്ട് നന്നായി ഇതൊന്ന് സ്മാഷ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലും വെച്ച് ചെയ്താൽ മതി. ഉടച്ച് കഴിഞ്ഞിട്ട് ചൂടോടുകൂടി തന്നെ ഉടയ്ക്കണം കേട്ടോ ഇത് കേട്ടോ. അത് ഉടച്ച് വെച്ച് വയ്ക്കുക. പിന്നെ ഇത് നമുക്കിതിനാ ചപ്പാത്തിക്കുള്ള പൊടി എടുത്തിട്ടുണ്ട്. ബട്ടർ, ഉപ്പ് ഉണ്ട്. ബട്ടർ ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും, സ്മൂത്തായിരിക്കും. അതുകൊണ്ട് ബട്ടർ ഇട്ടിട്ടുണ്ട്. ചൂടെല്ലാം ഒഴിച്ചത് ഇത് കുഴയ്ക്കാൻ പോവാണ് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളിത് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൊഴുക്കട്ടയ്ക്ക് നമ്മളിങ്ങനെ കുഴിക്കില്ലേ, അതുപോലെ നമ്മളത് ശരിയാക്കിയെടുക്കുക. കൊഴുക്കട്ടയ്ക്ക് കുഴിക്കുന്ന പോലെ ആക്കിയെടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് അതെല്ലാം കൂടി കൂട്ടി ഇതാക്കുകയല്ലേ ചെയ്യുക. ഈ മുകൾ ഭാഗം ഇങ്ങനെ എടുത്ത് നമ്മളതിനെല്ലാം ഇതിങ്ങനെ കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. യോജിപ്പിച്ചത് ഒരു സൈഡിലേക്ക് മടക്കുക. അപ്പോൾ പിന്നെ അത് പുറത്തേക്ക് വരത്തില്ല. എന്നിട്ട് നമുക്കിനി ഇത് ഈ പൊടിക്കകത്തിട്ട് സാവധാനം നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ചപ്പാത്തി ഇടാം കേട്ടോ. ചൂടായി വരട്ടെ. അപ്പുറം ഭാഗം മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാകട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നെയ്യൊന്ന് ഇതിൻ്റെ മീതെ കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ചപ്പാത്തി എന്നല്ലേ പറയുക, അവരവിടെ പൊറോട്ട എന്നാണ് പറയണത് കേട്ടോ. അന്ന് ഇതുണ്ടാക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോഴേ ഞാൻ പൊറോട്ട ഉണ്ടാക്കിയിട്ട് കേട്ടോ മുറിച്ച് കാണിച്ചു തരാം. ഈ പൊറോട്ടയ്ക്കകത്ത് കണ്ടോ, നമുക്കിത് രണ്ടായിട്ട് വേണമെങ്കിൽ മുറിച്ചെടുക്കാം. നോക്കൂ, കണ്ട
ഇതുപോലെ കിട്ടും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തെല്ലാം ഉണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ മുറിച്ചത് കേട്ടോ. കണ്ട, ഇതാണ് നമ്മളുടെ ദാൽ പറാത്ത. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇത് പൊട്ടിച്ചെന്നുള്ള ഈ ഭാഗം, അല്ലെങ്കിൽ നന്നായി നമുക്ക് കിട്ടും കേട്ടോ.